2018 ശേഷം പമ്പുടമകൾക്ക് കമ്മീഷൻ കൂട്ടിയിട്ടില്ല എന്നാണ് പെട്രോൾ പമ്പ് അസോസിയേഷൻ പറയുന്നത്. 45 രൂപ പെട്രോളിന് വിലയുണ്ടായിരുന്നപ്പോൾ കിട്ടിയിരുന്ന അതേ കമ്മീഷനാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നും ടോമി തോമസ് പറഞ്ഞു. പോലീസും അതുപോലെ സർക്കാരിൻ്റെ മുനിസിപ്പാലിറ്റി, ഹെൽത്ത് ഇതൊക്കെ ഒരു അവശ്യ സർവീസ് മേഖലയായതുകൊണ്ട് അവർക്ക് ഡീസൽ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. പക്ഷെ കൊടുക്കുന്ന സാധനത്തിൻ്റെ പൈസ 3 മാസത്തിനുള്ളിലെങ്കിലും കിട്ടിയിരിക്കണം. ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പുകളിൽ സർക്കാർ ഏജൻസിയിൽ നിന്ന് കാശ് കിട്ടാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവർക്ക് 1-ാം തീയതി മുതൽ തുടർന്ന് സാധനം കൊടുക്കത്തില്ല. ജനുവരി 1 1 ലിറ്റർ ഡീസൽ വിറ്റ ഞങ്ങൾക്ക് കിട്ടുന്നത് കേവലം 2 രൂപയാണ്. ആ 2 രൂപയിൽ 1 രൂപ 20 പൈസ തൊഴിലാളികളുടെ വേതനമായി കൊടുക്കണം. അവശേഷിക്കുന്നത് 80 പൈസയാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം കമ്പനിയിലേക്ക് ഞങ്ങൾ എടുക്കുന്ന പ്രൊഡക്റ്റിന് ഇന്ന് പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കമ്പനി ചാർജ് ചെയ്യുന്നത് 18% പലിശയാണ്. 1 ലക്ഷം രൂപയ്ക്ക് 1500 രൂപ ഒരു മാസം പലിശ ഞങ്ങൾ കൊടുക്കേണ്ടി വരും. ഏതൊരു സാധനവും ഫ്രീസറിൽ വെക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം കേസ് കൊടുക്കുക എന്നുള്ള. പിന്നെ അത് ഫ്രീസറിൽ കിടന്നോളൂ. നമ്മുടെ നാട്ടിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിൻ്റെ ഒരു വിധിയാണെങ്കിൽ അപ്പോഴത്തേക്ക് പിന്നെ കാര്യങ്ങൾക്ക് തീരുമാനമാവും. ഈ കഴിഞ്ഞ 2017 ശേഷം പെട്രോൾ പമ്പ് ഉടമകൾക്ക് അവരുടെ പെട്രോളിനും ഡീസലിനും 1 പൈസ പോലും കമ്മീഷൻ കൂടിയിട്ടില്ല. 45 രൂപ ഡീസലിന് വിലയുണ്ടായിരുന്ന സമയത്ത് കിട്ടിയിരുന്ന അതേ കമ്മീഷനാണ് ഇപ്പോൾ ഞങ്ങൾ 96 രൂപയ്ക്കും കിട്ടുന്നത്. അപ്പോൾ ഗവൺമെൻറ് പറയുന്നതന്നെ സർക്കാരും പുറത്തിറക്കി MDGയെ നിങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തു. അതുകൊണ്ട് മാറ്റർ സബ് ജുഡീസ് ആണെന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ റിപ്ലൈ. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് കേസ് കൊടുത്ത് വക്കീലന്മാർക്ക് കാശ് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല.